സൂക്ഷ്മത്തിൽ ദീക്ഷ കൊടുക്കുന്ന ഏതായിട്ടാണ് നല്ല സ്ഥൂലത്തിന് കണ്ടിട്ടുണ്ടോ സ്ത്രീ സൂക്ഷ്മം ദേവത സാധാരണ മനുഷ്യൻ ആത്മാവും ദേവതയും തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടാവുന്നു. പിന്നെ ലെവലിൽ വ്യത്യാസമുണ്ട്. നമ്മൾ അതിന് ഹയറിലോട്ട് പോയി കഴിയുമ്പോഴേക്കും അവരുടെയും മുകളിലേക്ക് പോകും. ആ ഒരു അദ്വൈത മുകളിൽ അദ്വൈത ആ ഒരു ലെവലിലോട്ട് എത്തണം. പക്ഷെ നമ്മളിത് രണ്ടെല്ലാന്നുള്ള രീതിയിൽ നമ്മൾ താഴെ താമസിക്കുന്ന ഒരു ബോധം നമുക്കുണ്ടാകും. ഇപ്പം ചില ദേവത ഉപാസനകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അവര് ആ ചെയ്ത് കഴിഞ്ഞ് പോകും. ശ്രീരാമകൃഷ്ണൻ കാളിയൊക്കെ കാളിയും വിട്ട് സമ്മതിച്ചില്ലല്ലോ. എത്ര കാലം പുള്ളിയുടെ പോയിട്ട് പണിയെടുത്തു. എന്നിട്ട് അവസാനം എങ്ങനെയാ ശ്രീരാമകൃഷ്ണൻ ഇതായത്? അവസാനം ഇവിടെയല്ല, പുള്ളിനെയല്ല കാളിനെ ചില്ലും കൊണ്ട് ചില്ലി കഷ്ണം കൊണ്ട് ദേവീനെ കാളിനെ രണ്ടായിട്ട് ഇത് കീറി മുറിച്ചു. അതിനുശേഷം ഇവിടെ മനസ്സിൽ അങ്ങനെ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള അതിന് മനസ്സിൽ പോയോ കഷ്ടപ്പെട്ടു. അതിനുശേഷം പുള്ളിക്ക് മോക്ഷപ്രാപ്തിയായോ ജ്ഞാനത്തിലേക്ക് എപ്പോഴും നോക്കും. അതുവരെ ദ്വൈതത്തിലായിരുന്നു. ഇതാണ് കുഴപ്പം. ദ്വൈതം വിടാൻ ഭയങ്കരമാണ്. കാരണം ഭയങ്കര പെട്ടെന്ന് കിട്ടി. പിന്നെ നമ്മൾ അതിനകത്ത് എൻജോയ് ചെയ്യാൻ നമ്മളെ കാര്യങ്ങളൊക്കെ സുഖമായിട്ടാക്കി. പക്ഷെ മോക്ഷത്തിലേക്കല്ലേ മൂന്നത്തെ ലെയർ കഴിഞ്ഞ് മുകളിലേക്ക് പോകണ്ടേ? മൂന്നില് തന്നെ നോക്കും. ഇവരൊരു തടസ്സമായിട്ട് വെക്കും. ഇവര് തടസ്സമായിട്ട് നമുക്ക് അറ്റാച്ച്മെന്റ് കൊടുക്കും. ഇപ്പോൾ അമ്മയാണെന്നുള്ള ഒരു കൺസെപ്റ്റ് വരും. അമ്മയെന്ന കൺസെപ്റ്റ് വരുന്ന എന്ത് ചോദിച്ചാലും ഉത്താടി. പക്ഷെ ഇതിനൊക്കെ കടം തിരിച്ചു കൊടുക്കണ്ടേ? ചോദിച്ചു പഠിച്ചല്ലേ? അപ്പൊ അത് നമ്മുടെ ഫോണിൽ നമ്മൾ തിരിച്ചു കൊടുക്കും. അതിന് അടുത്ത ജന്മത്തിൽ കൊടുക്കും. അപ്പൊ അങ്ങനെ കൊടുക്കാൻ വേണം. അതിൻ്റെ ഒപ്പത്തിൽ ഇത് ഉപയോഗിക്കും. ഒരിക്കലും വിടയില്ല. മുകളിലേക്ക് അറിയില്ല. ഒന്നുള്ള രൂപം കിട്ടില്ല. അതിന് നമ്മള് എല്ലാ ദൈവങ്ങളെയും പല ഭക്തിയിലുള്ളവർ പറയും അത് ബ്രഹ്മമാണ്. ശിവനെടുത്താലും ബ്രഹ്മമാണ്, വിഷ്ണു എടുത്താലും ബ്രഹ്മമാണ്. ഇതും ബ്രഹ്മമില്ല. പിന്നെ നമ്മളിത് ധ്യാനിക്കണേ. ഏത് പിക്ചറുകളാണെന്ന് നോക്കിയോ ധ്യാനാവസ്ഥയിലല്ലേ എല്ലാവരും ഇരിക്കുന്നത്. അവര് ബ്രഹ്മമാണെങ്കിൽ ധ്യാനിക്കേണ്ട ആവശ്യമില്ല. അവര് ബ്രഹ്മത്തിന്റെ ലെവലിൽ എത്തിക്കുക. അവരുടെ മുകളിലല്ല ഋഷികൾ ഇരിക്കുന്നത്. ഋഷികൾ ഇരിക്കുന്നു, അതിന് മുകളിൽ കയറിയിരിക്കുന്നത്. ഗുരു ബൃഹസ്പതി ഇരിക്കുന്ന അതിന് മുകളിൽ കയറിയിരിക്കുന്നത്. അതിന് കഴിഞ്ഞ് ബ്രഹ്മത്തിലേക്ക് തോന്നും.